നമ്മളെ വണ്ടി രണ്ടാഴ്ചയായിട്ട് ഭയങ്കര ഒച്ചപ്പാടാണ്. എന്താണെന്ന് അറിയില്ല, എൻജിൻ പണിയാണോ എന്താണെന്നും അറിയില്ല. ഭയങ്കര ഒച്ചപ്പാട്, വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഭയങ്കര ഒച്ചപ്പാടാണ്. അപ്പം നമ്മൾ ഊരി വെക്കുകയാണ്. എന്താ സംഭവം അറിയാത്തതുകൊണ്ട് റെഡിയായ മതിയെന്നുള്ള പ്രതീക്ഷയോടെ ഊരി വെക്കുകയാണ്. എന്താ സംഭവിക്കാമെന്ന് അറിയില്ല. വണ്ടിൻ്റെ ബാറ്ററി ഉള്ള ഭാഗം ഊരി വെക്കുകയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഫുള്ള് കഴിച്ചു നോക്കുകയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും കുലുങ്ങുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കുകയാണ്. അവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ബാറ്ററിൻ്റെ ഭാഗത്ത് ലൂസായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിക്കിൻ്റെ ഭാഗത്ത് കഴിച്ചു നോക്കുകയാണ്. ഡിക്കിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ലൂസ് ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇവിടെയാണ് കാർപ്പറ്റർ ഉണ്ടാവുക. അപ്പോൾ ഈ സ്ഥലത്ത് കഴിച്ചു നോക്കുകയാണ്. സാധനം നമ്മൾ കഴിച്ചപ്പോൾ തന്നെ കണ്ടു കേട്ടോ. വണ്ടി തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒച്ചപ്പാട്. അപ്പോൾ ഒരു സ്പാൻഡർ കുടുങ്ങിയതാണ്. സംഭവം എങ്ങനെ അവിടെ കുടുങ്ങിയെന്ന് ഒരു ഐഡിയ ഇല്ല. കുറച്ച് മുമ്പ് ഒരു മാസം മുമ്പ് നന്നാക്കാൻ കൊടുത്തതിന്, പക്ഷേ അതിൻ്റെ ശേഷം നമ്മൾ വണ്ടി ഊരിയിട്ടുമില്ല. ഇതെങ്ങനെ കുടുങ്ങിയെന്ന് ഒരു ഐഡിയ ഇല്ല. സ്പാൻഡർ കാർപ്പറ്റിൻ്റെ അടിയിൽ കുടുങ്ങിയതാണ്. അപ്പോൾ കംപ്ലൈൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് സംഭവമൊക്കെ ഊരിയെടുത്തുകയാണ്. അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. ഈ ഒരു സാധനത്തിനുള്ള കുടുങ്ങിയതായിട്ട് കംപ്ലൈൻറ്റ് ഫുള്ള് ഒച്ചപ്പാടേന്. ഇപ്പോൾ നമ്മൾ വിചാരിച്ച ആദ്യം എൻജിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണെന്ന്. ഒരു സ്പാൻഡർ കുടുങ്ങിയൊരു കംപ്ലൈൻ്റ് ആയിന്.